ഓക്കെ ഓക്കെ, ഞാൻ തിരിച്ചു വിളിക്കാട്ടോ. ഞാൻ യാത്രയിലുള്ള. ഓക്കെ ഓക്കെ. എന്തുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നവരോട് ട്രാൻസ്പെറന്റ് ആയ രീതിയിൽ നമ്മുടെ നിലവിലെ അവസ്ഥ പറയാൻ പറ്റാത്തത്? നിലവിലെ അവസ്ഥ പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പണി കിട്ടും എന്നുള്ള ഒരു മുൻധാരണ മറുവശത്തെ വ്യക്തിയെ കുറിച്ച് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ നുണ പറയാൻ കാരണം. നുണ പറയുന്നത് എൻ്റെ തെറ്റ്. നുണ പറയാനുണ്ടാക്കിയ സാഹചര്യം അത് മറുവശത്തുള്ള ആളുടെ കാരണം കൊണ്ട്. ഇത് എവിടെയാണ് തിരുത്തേണ്ടത്? അവനിലാണ് തിരുത്തേണ്ടത്. എങ്കിൽ നേരെ മറിച്ച് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ അടുത്ത് ആരെങ്കിലും നുണ പറയാറുണ്ടെങ്കിൽ ശരിക്ക് അതിൻ്റെ പരിഹാരം എവിടെയാണ്? നാം സ്വയം തിരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം. നമ്മുടെ മക്കൾ, നമ്മുടെ സ്റ്റാഫ്, സ്റ്റുഡൻസ് ഇങ്ങനെ തുടങ്ങിയ ആളുകൾ നമ്മുടെ അടുത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് സംസാരിക്കാതെ മറച്ചു വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് സംതിങ് റോങ്, എന്തോ ഒരു കുറവുണ്ടായതിൻ്റെ പേരിലാണ് അവർക്ക് യാഥാർത്ഥ്യമായ അവസ്ഥ നമ്മുടെ അടുത്ത് പറയാൻ കഴിയാത്തത്. ശരിക്കും ഇത് വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ, ഒരു കുട്ടി മോശമായ സംഗതികളിൽ പെട്ടുപോയാൽ ഈ സംഗതിയെക്കുറിച്ച് മാതാവിനോട് വളരെ ക്ലിയറായി ചെന്ന് പറയാനുള്ള മനോഭാവം ഉണ്ടാവണമെങ്കിൽ ഈ വിഷയത്തിൽ എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ എന്നെ സഹായിക്കും എന്നുള്ള ഒരു മനോഭാവം കുട്ടിക്ക് ഉണ്ടാവുമ്പോഴാണ് ട്രാൻസ്പെറൻ്റായ രീതിയിൽ ഷെയറിങ് നടക്കുള്ളൂ. അതല്ലെങ്കിൽ അവിടെ നഷ്ടം സംഭവിക്കുന്നത് ഈ കുട്ടിക്കും പാരൻസിനുമാണ്. ഇതുപോലെയാണ് മുഴുവൻ റിലേഷൻഷിപ്പിലും. ഫ്രണ്ട്ഷിപ്പ് ആയാലും നമ്മുടെ ഒരു ജോബ് സൈറ്റ് ആയാലും ഇവിടെയൊക്കെ വിഷയങ്ങൾ സുതാര്യമായി നടക്കണം എങ്കിൽ സത്യാവസ്ഥകൾ അറിഞ്ഞ് പരിഹരിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ആകുന്നത്. ശരിക്ക് ഒരുത്തൻ കളവ് പറയുന്നത് എന്തിനാണ്? കളവ് പറഞ്ഞാൽ ഉണ്ടാകുന്ന ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ, അതല്ലെങ്കിൽ ശകാരം, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണ് ഒരുത്തൻ കളവ് പറയുന്നത്. മറ്റൊന്ന് അംഗീകാരം പിടിച്ചു പറ്റാൻ വേണ്ടി. ഞാൻ നിലവിലെ അവസ്ഥ പറഞ്ഞാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവുമോ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും ഒരുത്തൻ കളവ് പറയാൻ സാധ്യതയുണ്ട്. ഈ 3 സാധ്യതകളും ഒഴിവായാൽ കളവ് പറയുന്ന മുഴുവൻ സാഹചര്യങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. ഒരു നിലവിലെ അവസ്ഥ ഷെയർ ചെയ്യുമ്പോൾ എന്തിനാണ് ഒരുത്തനെ ശിക്ഷിക്കേണ്ട ആവശ്യകത വരുന്നത്? നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നിലവിൽ അവർ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നാം അവരെ സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു എന്ന ബോധ്യമുള്ള ഒരാൾക്ക് എന്തിനാണ് കളവ് പറഞ്ഞ് നമ്മുടെ അടുത്ത് അംഗീകാരം വാങ്ങേണ്ട ഒരു ആവശ്യകത വരുന്നത്? നീ ഏത് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാലും ഞാൻ നിന്നെ സഹായിക്കും എന്നുള്ള ഒരു മനോഭാവം എൻ്റെ മക്കൾക്ക് ഞാൻ നൽകിക്കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യയ്ക്ക് നൽകിക്കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് അവരുടെ അവസ്ഥ പറയുമ്പോൾ ഞാൻ വേദനിക്കുമെന്നുള്ള ചിന്ത വരുന്നത്? ഇവിടെ ഞാൻ വേദനിക്കുമെന്ന് വിചാരിച്ച്